ഈശോയിൽ സ്നേഹമുള്ള പ്രിയപ്പെട്ടവരെ, മദർ ഹോം ധ്യാനകേന്ദ്രത്തിൻ്റെ വചന ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടുകൂടി സന്ധ്യാവേളയിൽ എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ നമ്മളിലേക്ക് വന്നു നിറയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ കുടുംബ ജീവിത സംബന്ധിയായ വിഷയങ്ങളാണ് നമ്മൾ ധ്യാനിച്ച് വന്നുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ പ്രത്യേകമായി അല്പസമയം ചിന്തിക്കുന്നത് കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായ ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പരമായിട്ടുള്ള കൂട്ടായ്മയും സ്നേഹവും അതിനടിസ്ഥാനപരമായ ഘടകങ്ങളുമാണ്. അത് പലപ്പോഴും ഗൗരവമല്ലാത്ത രീതിയിൽ പരിഗണിക്കുകയും കുടുംബജീവിതത്തിന് ഗൗരവമായ പ്രതിസന്ധികൾ എത്തിച്ചേരുവാനായിട്ട് ഇടവരുത്തുകയും ചെയ്യാറുണ്ട്. സാധാരണ എപ്പോഴും ഭർത്താവ് ഭാര്യയോട് പറയാറുണ്ട്, എന്നെപ്പോലെ ഒരാളല്ലേ നീ, എന്നോട് നിനക്കിത് മനസ്സിലാകുന്നില്ല, ഞാൻ മനസ്സിലാക്കുന്ന പോലെ നീ എന്തേ മനസ്സിലാക്കാത്തത്, ഞാൻ പറയുന്ന പോലെ നീ എന്തേ പറയാത്തത്, ഞാൻ പ്രവർത്തിക്കുന്ന പോലെ നീ എന്തേ പ്രവർത്തിക്കാത്തത്. ഇതേ പരാതി തന്നെ ഭാര്യ ഭർത്താവിനോടും പറയാറുണ്ട്. എന്നെപ്പോലെ ഒരാളല്ലേ നിങ്ങൾക്കിതെന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല, ഞാൻ എത്രമാത്രം അധ്വാനിക്കുന്നുണ്ട്, നിങ്ങൾ അതെന്ത് ചെയ്യാൻ മനസ്സിലാക്കാത്തത്. ഈ പരസ്പരം മനസ്സിലാക്കലിൻ്റെ മേഖലകളിൽ ചില അടിസ്ഥാന സത്യങ്ങളെ മറന്നു പോകുന്നത് നമ്മളിന്ന് ഒരു വിചിന്തനത്തിന് വയ്ക്കുകയാണ്. ഒന്നാമതായി, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഏകദേശം 4-5 മേഖലകളിൽ ഗൗരവമായ വ്യത്യാസങ്ങളുണ്ട്. ഭർത്താവ് പറയുന്നു, എന്നെപ്പോലെ ഒരാളല്ല നീ. ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ തെറ്റാണ്. എന്നെപ്പോലെ ഒരാളല്ല നീ. ഭാര്യയെപ്പോലെ അല്ല ഭർത്താവ്, ഭർത്താവിനെ പോലെ അല്ല ഭാര്യ. അതുകൊണ്ട് ഏകദേശം 5 കാര്യങ്ങളിൽ ഭാര്യയും ഭർത്താവും വ്യത്യസ്തരാണ്. ഒന്നാമത്തെ വ്യത്യസ്തത അവർ ചിന്താരീതിയിലുള്ള വ്യത്യസ്തതയാണ്. ഭാര്യ ചിന്തിക്കുന്ന പോലെ അല്ല ഭർത്താവ് ചിന്തിക്കുക, ഭർത്താവ് ചിന്തിക്കുന്ന പോലെ അല്ല ഭാര്യ ചിന്തിക്കുക, സ്ത്രീ ചിന്തിക്കുന്ന പോലെ ആയിരിക്കുകയല്ല മിക്കവാറും പുരുഷൻ ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ ഈ ചിന്താരീതിയിലുള്ള വ്യത്യാസം വളരെ പ്രകടമാണ്, വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. ആ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുടുംബജീവിതത്തിലെ ഗൗരവമായ പ്രതിസന്ധികൾക്ക് അത് കാരണമാകാറുണ്ട്. രണ്ടാമത്തെ ഒരു പ്രത്യേകത പെരുമാറ്റ രീതിയിലുള്ള പ്രത്യേകതയാണ്. ഒരു പുരുഷൻ പെരുമാറുന്ന പോലെ ആയിരിക്കില്ല സ്ത്രീ പെരുമാറുന്നത്, സ്ത്രീ പെരുമാറുന്ന പോലെ ആയിരിക്കില്ല പുരുഷൻ്റെ പെരുമാറ്റം. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒരുപോലെ പെരുമാറണം എന്ന് നിശ്ചയം വെച്ചാൽ അത് കുടുംബജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകും. മൂന്നാമതായിട്ടൊരു വ്യത്യാസം വൈകാരികമായുള്ള വ്യത്യാസമാണ്. ഭാര്യയുടെ വികാര മേഖലകളല്ല ഭർത്താവിൻ്റെ വികാര മേഖല, വൈകാരിക മേഖലയിൽ വ്യത്യാസമുണ്ട്. അടുത്തതായിട്ട് ലൈംഗിക മേഖലകളിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ വ്യത്യാസങ്ങളെ പരിപൂർണമായി ഉൾക്കൊണ്ടാൽ മാത്രമേ ഭാര്യ ഭർത്താവിനെയും ഭർത്താവിനും ഭാര്യയെയും മനസ്സിലാക്കി വളരെ ഐക്യത്തിലും സ്നേഹത്തിലും മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ആദ്യത്തെ വ്യത്യാസം നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്ന് ചിന്താ രീതിയിലുള്ള വ്യത്യാസമാണ്. ഭാര്യ ഒരു കാര്യം മനസ്സിലാക്കുന്ന പോലെ ആയിരിക്കില്ല ഭർത്താവ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും ആശയങ്ങളുടെ പൊരുത്തം എപ്പോഴും ഉണ്ടാകുന്നത് ഈ വ്യത്യസ്തത പലപ്പോഴും പരസ്പരം പങ്കുവെച്ച് ഒരു സമുന്നയത്തിൽ അവരെത്തിച്ചേരുന്നില്ല എന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ വ്യത്യാസം ചിന്താ രീതിയിലുള്ള വ്യത്യാസമാണ്. ഇനി ഭാര്യ ഭർത്താക്കന്മാർ നമ്മൾ രണ്ടാമത്തെ വ്യത്യാസം പെരുമാറ്റ രീതിയിലുള്ള വ്യത്യാസമാണ്. ഭാര്യ പെരുമാറുന്നത് പോലെ അല്ല ഭർത്താവ് പെരുമാറുക, ഒരു പുരുഷൻ പെരുമാറുന്ന പോലെയല്ല സ്ത്രീ പെരുമാറുക. സാധാരണ സൈക്കോളജിസ്റ്റ് പറയുന്നത് ഒരു വ്യക്തിക്ക് 3 ഭാവങ്ങളുണ്ട്: പേരൻ്റ് ഈഗോ സ്റ്റേറ്റ്, അഡൽട്ട് ഈഗോ സ്റ്റേറ്റ്, ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്. പിതൃഭാവം, പക്വഭാവം, ശിശുഭാവം. 3 ഭാവങ്ങളാണ്. അതിൽ മനഃശാസ്ത്രജ്ഞന്മാർ പറയുക, പുരുഷന്മാർ ഡോമിനേറ്റ് ചെയ്യുന്നത് പിതൃഭാവമാണ്. പിതൃഭാവം എന്ന് പറയുന്നത് പിതൃഭാവത്തിൻ്റെ അടയാളങ്ങൾ
ശാസന, തിരുത്തൽ, ഗൗരവം, ചിന്ത, ആലോചന, കുറ്റം വിധിക്കൽ, ഇതൊക്കെയാണ് പിതൃഭാവത്തിൻ്റെ പ്രത്യേകതകൾ. അതേസമയം ശിശുഭാവത്തിൻ്റെതാണെങ്കിൽ തമാശ, ശാന്തത, ശാലീനത, കുട്ടിത്തം, അതുപോലെ തന്നെ തമാശക്കളികൾ, ഇതൊക്കെയാണ് പലപ്പോഴും ശിശുഭാവത്തിൻ്റെ പ്രത്യേകതകൾ. പക്വഭാവത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ആലോചിച്ച് കാര്യങ്ങളൊക്കെ ഒരു തീരുമാനത്തിൽ എത്തുന്നു. പെട്ടെന്നൊന്നും തീരുമാനത്തിലേക്ക് വരില്ല. ആലോചനയുണ്ട്. അതുപോലെ തന്നെ ചിന്തയും, അതുപോലെ വ്യത്യസ്തങ്ങളായ ആൾക്കാരോടുള്ള കൂടിയാലോചനകളെല്ലാം കഴിഞ്ഞിട്ട് തീരുമാനത്തിലെത്തുകയുള്ളൂ. അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഒരു പുരുഷൻ്റെ അടിസ്ഥാന ഭാവം എപ്പോഴും പേരൻ്റ് ഈഗോ സ്റ്റേറ്റിലായിരിക്കും. അതേസമയം ഒരു സ്ത്രീയുടെ, ഭാര്യയുടെ അടിസ്ഥാന ഭാവം മിക്കവാറും താഴെയാകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഈ പരസ്പര പൂരകങ്ങളായ അവസ്ഥകളെ മനസ്സിലാക്കാതെ തരവില്ല. അതുകൊണ്ട് തന്നെ ഭാര്യ എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയുന്നു. ഒരു കുടുംബത്തിൽ പിതാവിനെയും മാതാവിനെയും സഹോദരങ്ങളെയും ആശ്രയിച്ച് കഴിഞ്ഞൊരു പെൺകുട്ടിയാണ് മറ്റൊരു പുരുഷൻ്റെ ഭാഗമായും ഭാര്യയായും ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് വരിക. നിശ്ചയമായും അതുകൊണ്ട് തന്നെ അവൾ ഭർത്താവിനോട് ഒത്തിരിയേറെ അറ്റാച്ച്ഡായി ചേർന്നിരിക്കുന്ന പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഭർത്താവ് അവളുടെ വികാരങ്ങളെയും മനോഭാവങ്ങളെയും നല്ലോണം മനസ്സിലാക്കാനായിട്ട് ആയില്ലെങ്കിൽ എപ്പോഴും സങ്കടത്തിലും പ്രതിസന്ധിയിലേക്കും വരും. അച്ഛനൊരു ഉദാഹരണം പറയാം. ഭർത്താവ് പെട്ടെന്ന് ഒരു നാൾ മനസ്സിലാക്കി ഭാര്യയെ വേണ്ടത്ര സ്നേഹിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇനി ഉള്ള ദിവസങ്ങൾ ഭാര്യ നല്ലോണം ഒന്ന് പരിഗണിക്കണം, സ്നേഹിക്കണം എന്നൊക്കെ ഭർത്താവ് തീരുമാനിച്ചു. എന്നിട്ട് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ഇന്ന് ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ നീ നല്ല മിടുക്കിയായിട്ട് ഒരുങ്ങിയിരിക്കണം. നമ്മളിന്ന് സിനിമയ്ക്ക് പോവുകയാണ്. ഞാൻ 4 മണിയാകുമ്പോഴത്തേക്ക് എത്തിച്ചേരും. നീ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് റെഡിയായിട്ടുണ്ടാവണം. നമുക്ക് ഒരു സിനിമയ്ക്കല്ല അങ്ങ് പോയേക്കാം. അങ്ങനെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു. ഭർത്താവ് ഓഫീസിൽ പോയി. 4 മണിക്ക് തിരിച്ചെത്തിയപ്പോൾ ഭാര്യ സിനിമയ്ക്ക് പോകുന്നൊരു മട്ടും കാണുന്നില്ല, ഒരുങ്ങിയിട്ടേ ഇല്ല. സിനിമയ്ക്ക് പോരാൻ ഒരു താല്പര്യം അവൾ പ്രകടിപ്പിക്കുന്നില്ല. നീ സിനിമയ്ക്ക് വരുന്നില്ലേ? ഓ സിനിമയ്ക്ക്, ഞാൻ സിനിമയ്ക്കൊന്നും ഇല്ല, ഇവിടെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. ഗ്യാസ് തീർന്നു പോയിട്ട് 2 ദിവസമായി, ഗ്യാസ് വന്നിട്ടില്ല. ഈ ദിവസങ്ങളൊക്കെ അടുപ്പിൽ പുകയൂതിയാണ് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ തയ്യാറാക്കുന്നത്. ഇനിയിപ്പോൾ സിനിമയ്ക്ക് പോകുമ്പോഴാണ് ഗ്യാസുമായിട്ട് വരുന്നതെങ്കിൽ നമുക്കത് കിട്ടില്ല. അതുപോലെ ടാങ്കിലെ വെള്ളം തീർന്നു, കറണ്ടും ഇല്ലായിരുന്നു. ഇനി കറണ്ട് വരുമ്പം വെള്ളം അടിച്ച് ടാങ്കിലാക്കണം. അതുപോലെ തന്നെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ സിനിമയ്ക്ക് പോരുന്നൊന്നുമില്ല. ഈ ഭർത്താവ് പറഞ്ഞാൽ നീ പോരുന്നില്ലേ? ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി കണ്ടിട്ട് വരാം, എന്നിട്ട് ഞാൻ കഥ പറഞ്ഞു തരാം കേട്ടോ. ഞാൻ വരുമ്പോഴത്തേനും കാത്തിരുന്നു, ഞാൻ നന്നായിട്ട് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ഭർത്താവ് സിനിമയ്ക്ക് പോകാൻ ഇറങ്ങി. അവൻ വാതിൽ കടന്നിറങ്ങുമ്പോൾ ഭാര്യ വാതിൽ കൊണ്ട് കൊട്ടിയൊരടയുണ്ട്. അത് അവൻ്റെ മുഖത്തിനിട്ടുള്ള അടിയാണ്. അത് നേരിട്ടടിക്കാൻ പറ്റാത്തതുകൊണ്ട് വാതിലിട്ട് ചെയ്തെന്നേ ഉള്ളൂ. ഇവിടെ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവിനോടൊപ്പം സിനിമയ്ക്ക് പോരാനായിട്ട് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് അവൾ അല്പം കൂടി ഒരു പ്രോത്സാഹനവും സ്നേഹവും ഒരു നിർബന്ധമൊക്കെ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഭർത്താവിന് അത് വിഷമമാകും. എന്നോട് നല്ലോണം സ്നേഹമുണ്ടെങ്കിൽ അവൻ എന്നും നിർബന്ധിക്കും, നീ വാ, നീ ഇല്ലാതെ എന്ത് സിനിമ, നീ പോരുന്നില്ലെങ്കിൽ ഞാനും പോരില്ല. അതുകൊണ്ട് അവൾ അത് വിചാരിച്ചു, എന്നോട് നല്ല സ്നേഹമുണ്ടോയെന്ന് അറിയാനുള്ളൊരു മാർഗം കൂടിയാണ്. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ന് സിനിമയ്ക്ക് പോവില്ല, അപ്പോൾ എന്നെ നിർബന്ധിക്കുമ്പോൾ ഞാനും കൂടെ പോകും. അപ്പോൾ അതുകൊണ്ട് നിർബന്ധിക്കുന്നെന്ന് പറഞ്ഞാൽ എന്നോട് സ്നേഹമുണ്ട്, നല്ല സ്നേഹമുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് അവൾ വരുന്നില്ല എന്ന് പറഞ്ഞതാ, അല്ലാതെ വരാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. ഭർത്താവിന് എന്നോട് സ്നേഹമുണ്ടോ, ഞാനും കൂടി ഉണ്ടെങ്കിൽ അവനൊരു എൻജോയ്മെൻ്റ് ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ സിനിമയ്ക്കൊക്കെ പ്രസക്തിയുള്ളൂ. ഞങ്ങൾ ഒരുമിച്ച് പോകുന്നതാണ് കുടുംബത്തിൻ്റെ ഒരു സന്തോഷം. അങ്ങനെയുള്ളത് കൊണ്ട് ആ സ്നേഹം ഉണ്ടോ എന്ന് അവൾക്ക് അറിയണം. അതിനൊരു അളവാണ്. ഒപ്പം തന്നെ ഒന്നൊരു പരിഗണന, ശ്രദ്ധ, പ്രോത്സാഹനം അതൊക്കെ ഒന്ന് കിട്ടണം. നീ വാ, നീ ഇല്ലാതെ എന്ത് സിനിമ. അവിടെ ഒരു മറുവശമുണ്ട്. അവൾ സിനിമയ്ക്ക് വരുന്നില്ല എന്ന് പറയുമ്പോൾ ഭർത്താവിനും വേണ്ട പറയാം, നീ സിനിമയ്ക്ക് വരുന്നില്ല, ഞാനും പോരുന്നില്ല. ഇന്നിപ്പോൾ നീ ഇല്ലാതെ എന്ത് സിനിമ. നമ്മൾ ഒരുമിച്ചൊന്ന് പുറത്തിറങ്ങി ഒരു ഫിലിമെല്ലാം കണ്ടു, ഒരു ഭക്ഷണമെല്ലാം കഴിച്ചു, അപ്പോൾ പോരുന്നതല്ലേ എൻ്റെ ഒരു സന്തോഷം. അല്ലാതെ നീ ഇല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് വല്ലതും ഉണ്ടോ, എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് വല്ലതും ഉണ്ടോ, ഈ ഒറ്റ വാക്ക് കേൾക്കണം.
ഈ ഒരു വാക്ക് കേൾക്കാനുള്ള കൊതിയാണ്. അത് ഈ പോഷച്ചാർക്കോട്ട് പറയാനും അറിയത്തില്ല. അതുകൊണ്ട് ഈ കുടുംബജീവിതത്തിൻ്റെ ചില തകർച്ചകൾക്ക് ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളേ ഉള്ളൂ, പ്രവർത്തന രീതിയിലുള്ള ഒരു വ്യതിയാനം. അന്ന് മിക്കവാറും സിനിമ കഴിഞ്ഞിട്ട് അവൻ കയറി വരുമ്പോൾ ഒന്നെങ്കിൽ അവൾക്ക് വയറുവേദന, അല്ലെങ്കിൽ തലവേദന, അല്ലെങ്കിൽ മുറ്റത്ത് വരുമ്പോഴേ അവൾ ഉറക്കം വലിച്ചുറങ്ങിയിട്ടുണ്ടാവും. ഈ ഒരു വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, ഏതാനും കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. ഒന്ന് ചിന്താരീതിയിലാണ്, രണ്ട് പെരുമാറ്റത്തിൻ്റെ മേഖലയിലാണ് വ്യത്യാസമുള്ളത്. കുടുംബജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഈ ഭാവങ്ങളിൽ വരുന്ന വീഴ്ചകൾ കൊണ്ടുണ്ടാകുന്ന ഒരു തകർച്ച നമുക്ക് ശ്രദ്ധിക്കാം. ഇനി എത്ര ദൂരമുണ്ട്? ഇപ്പൊ എത്തും. കുറെ നേരമായല്ലോ. സാറേ, വീട് തോന്നിട്ടുണ്ട്, കയറി നോക്കിയാട്ടെ. ഓ ശരി, ശരിയാക്കാന്നേ. ഇവർക്ക് ഇഷ്ടപ്പെടുമെന്നേ. പിന്നെ എൻ്റെ കമ്മീഷൻ്റെ കാര്യം മറക്കണ്ട. ഓ, ഞാൻ ഏറ്റുന്നേ. ശരി എന്നാ, ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ശരി സാറേ, വീടെങ്ങനെയുണ്ട്? അറിയിക്കാം. എനിക്കിഷ്ടപ്പെട്ടു. 4 ബെഡ്റൂം, പിന്നെ കിച്ചണും വലുതാ. മൊത്തത്തിൽ കാണാനൊരു ചേലൊക്കെ ഉണ്ട്. നമ്മൾ മേടിക്കുന്നില്ല. ഇത് എത്രാമത്തെ വീടാ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നത്? ഓരോന്നിനും ഓരോ കുറ്റങ്ങളാ. ഇഷ്ടപ്പെട്ടില്ല. എനിക്കിഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുള്ള വീടാ. ആ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് 14 കിലോമീറ്ററാ, സ്കൂളിലേക്ക് 9 കിലോമീറ്റർ, സാധനം വാങ്ങാൻ 2 കിലോമീറ്റർ പോകണം. അതാ വാങ്ങുന്നില്ലാത്തത്. അടുത്ത വീട്ടുകാരൊന്നും നമുക്ക് ചേരുന്നവരല്ല. ഇതൊക്കെ എപ്പോ അന്വേഷിച്ചു? അതൊക്കെ അറിഞ്ഞു. ഹലോ, ഗ്യാസ് ഏജൻസി അല്ലേ? ഇതുവരെ വണ്ടി വന്നില്ലല്ലോ. എന്താ, നാളെ വരുള്ളൂന്നോ? ഹോ, എന്തു ചെയ്യും? ഹലോ, ഞാനാ, ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വരും. ഹലോ ഹലോ ഹലോ, ഗ്യാസും തീർന്നു. ഞാൻ ഇനി എന്നാ ചെയ്യും? എന്തൊരു കഷ്ടപ്പാടാ, ഇതൊന്നും കത്തുന്നില്ലല്ലോ. ദാ ഇപ്പൊ വരാം. സോബിന് നാളെ ഒരു 1000 രൂപ വേണമെന്ന്. പരീക്ഷ ഫീസ് അടയ്ക്കാനാ. ദാ വരുന്നു.
എന്താ നിനക്ക് വല്ലാതെ വിശന്നു പോയോ? ഗ്യാസില്ലടി, പച്ച വിറക, അടുപ്പാണയും കത്തുന്നുമില്ല. അതാ നിൻ്റെ അടുത്ത് വരാൻ താമസിച്ചേ. ഞാനൊരു വസ്തു കഴിച്ചിട്ടില്ല. ഇച്ഛനാണേൽ വന്ന് കഴിച്ചേച്ച് പോയി. എന്നെ ശ്രദ്ധിക്കാൻ മാത്രം അങ്ങേർക്ക് സമയമില്ല. ഗ്യാസില്ലാതെ എങ്ങനെയാടി ചോറുണ്ടാക്കിയത്? അല്ലേ നീ കഴിച്ചോടി എന്നൊരു വാക്ക്. എവിടെ? ഞാൻ ആരോടെ ഇതൊക്കെ പറയുന്നത്? നിനക്ക് വല്ലതും മനസ്സിലായോ? ഓ, നിനക്കേലും എന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, അത് മതി. അമ്മേ, എന്നതാടാ? അപ്പച്ചനോട് പറഞ്ഞായിരുന്നോ? നിനക്ക് ചോദിച്ചാൽ എന്താ? അതൊന്നും ശരിയാകത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നാളെ തരുമായിരിക്കും. അമ്മ, എനിക്ക് MBA ചെയ്യണമെന്ന് ആഗ്രഹം. അപ്പച്ചൻ സമ്മതിക്കണ്ടേ? അമ്മ പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഞാൻ നോക്കട്ടെ. അമ്മേ, ഞാൻ പോവാണേ. സോബിന് MBA ചെയ്യണമെന്നുണ്ടെന്ന്. ബാംഗ്ലൂരിൽ പഠിക്കണമെന്നാണ് അവൻ്റെ ആഗ്രഹം. നോക്കാം. ഉച്ചയ്ക്ക് കഴിക്കാൻ വരുമോ? പറയാം. നേരം വെളുത്തതല്ലേ ഓൾറെഡി. എന്തൊരു വിശപ്പാടി നിനക്ക്. എന്നെ മനസ്സിലാക്കാനും ആരുമില്ല, എൻ്റെ സങ്കടം കാണാനും ആരുമില്ല. ഞാൻ ആരോടാ ഈ പറയണേ? കെട്ടിയോനും എന്നെ വേണ്ട. ഒന്ന് മിണ്ടിയിട്ട് എത്ര കാലമായി. ജനിച്ചു പോയില്ലേ, ഇങ്ങനെ അങ്ങ് ജീവിച്ചു തീർക്കാം. എൻ്റെ സങ്കടം കാണാൻ നീയെങ്കിലും ഉണ്ടല്ലോ. ജെസി. ഓ, എടി പെണ്ണെ, ഞാൻ നിന്നെ ഒത്തിരി വിഷമിപ്പിച്ചല്ലേ? എനിക്ക് നിന്നോട് സ്നേഹമില്ലെന്നാണോ വിചാരിച്ചേ? എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടാ. ഞാൻ വളർന്നു വന്ന സാഹചര്യം നിനക്കറിയാലോ. പട്ടാളക്കാരനായിരുന്നു എൻ്റെ അപ്പൻ. ആ ശിക്ഷണത്തിലാണ് ഞാൻ വളർന്നത്. അമ്മ എൻ്റെ ചെറുപ്പത്തിലെ പോയതുകൊണ്ട് ആ സ്നേഹമൊട്ട് കിട്ടിയിട്ടുമില്ല. അതാ അങ്ങനെയൊക്കെ ആയത്. നീ എന്നോട് ക്ഷമിക്കേ. ചായൻ എന്നോട് ക്ഷമ പറയൊന്നും വേണ്ട. ഞാൻ എൻ്റെ ഓരോ വിഷമത്തിന് പറഞ്ഞു പോയതാ. എൻ്റെ പെണ്ണെ, സ്നേഹം പുറത്തു കാണിക്കാൻ എനിക്കറിയാതായി പോയി. എൻ്റെ ചങ്ക് നിറച്ചു നീയേ. മതി ചായ, ഈ ഒറ്റ വാക്ക് മതി. ഇനിയുള്ള കാലം എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ. ഞാൻ നഷ്ടപ്പെടുത്തിയ സ്നേഹമൊക്കെ എൻ്റെ പെണ്ണിന് ഞാൻ തിരിച്ചു തരും. അതെ, കിടക്കാം. നാളെ നേരത്തെ എണീക്കാനുള്ള. അതെന്താ നേരത്തെ? ഞാൻ ഒരാഴ്ച ലീവ് എടുത്തു. നാളെ നമ്മൾ പോകുന്നു നമ്മുടെ സെക്കൻഡ് ഹണിമൂൺ ട്രിപ്പിന്. അപ്പൊ സോബിനോ? അപ്പനമ്മ ഹണിമൂണിന് പോകുമ്പോ ആരെങ്കിലും പിള്ളേരെ കൊണ്ടുപോകും.
നമ്മൾ ഈ കണ്ട ചിത്രീകരണത്തിൽ ചിന്താരീതിയിൽ വന്ന വ്യത്യാസം കൊണ്ടാണ് അസ്വസ്ഥത ആ കുടുംബത്തിൽ സംജാതമാകുന്നത്. ഭാര്യയ്ക്ക് വീട് ഇഷ്ടമാകുന്നു, ഭർത്താവിന് വീട് ഇഷ്ടമാവുന്നില്ല. രണ്ടിനും കാരണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ പ്രത്യേകമായ സ്വഭാവ വിശേഷതകൾ കൊണ്ട് ഭാര്യയെ മനസ്സിലാക്കുവാനോ അവളോട് സംസാരിക്കുവാനോ അവളോട് ആശയവിനിമയത്തിൽ എത്തിച്ചേരുവാനോ പലപ്പോഴാവുന്നില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ ഭർത്താവിൻ്റെ അടുത്തൊരു ആശ്വാസമോ സങ്കേതമോ കിട്ടില്ല എന്ന് പ്രവൃത്തികൾ കൊണ്ടും ജീവിതാനുഭവങ്ങൾ കൊണ്ടും ബോധ്യപ്പെട്ട ഭാര്യ അതിനൊരു പരിഹാരം എന്ന രീതിയിൽ മറ്റു ജീവികളോട് സങ്കടങ്ങളും വേദനകളും പറഞ്ഞ് ഒരു സാക്ഷാത്കാരം, ഒരാശ്വാസം കാണുന്നു. പ്രിയപ്പെട്ടവരെ, അത് മുമ്പോട്ട് പോയാൽ പിന്നെ ഭാര്യയുടെ മാനസികമായ സുസ്ഥിതിക്ക് തന്നെ അത് തകരാറിൽ എത്തിച്ചേരും. കുടുംബജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ ഒരു കാര്യമാണ് വൈകാരിക മേഖലയിലുള്ള വ്യത്യാസം. ഭാര്യയുടെ വൈകാരിക ക്ഷമതയും ഭർത്താവിൻ്റെ വൈകാരിക ക്ഷമതയും വ്യത്യസ്തമാണ്. ഒരുപക്ഷെ കുടുംബം ഭയങ്കരമായൊരു സാമ്പത്തിക ബാധ്യതയിലേക്ക് വന്നുപെട്ടു. നിന്ന നിപ്പിൽ ബിസിനസ് തകർന്നു, ഒരു 50 ലക്ഷം രൂപ കടത്തിലായി. ആ ഒരു സത്യത്തെ ഒരുപക്ഷെ ഭർത്താവ് നേരിടാനായിട്ട് വൈകാരികമായ ശക്തിയുള്ളൊരു മനുഷ്യനായിരിക്കാം. പക്ഷെ ഭാര്യ ആ നേരിടാനായിട്ടുള്ള ശേഷി അവൾക്കുണ്ടായെന്ന് വരികയില്ല. അവൾ വിചാരിക്കും, എൻ്റെ ദൈവം ഇനി എന്ത് ചെയ്യും? 50 ലക്ഷം രൂപ കടവായി, മക്കൾ 3 പേരുണ്ട്, ഇവിടെ പഠനകാര്യങ്ങൾ ഇനി ക്രമീകരിക്കേണ്ടതുണ്ട്, ഈ കടം വീട്ടാനായിട്ട് ഇനി ഒരു മാർഗവുമില്ല, എങ്ങനെ കടം വീട്ടി തീർക്കും? കടക്കാർ ഇനി കയറി വന്നുകൊണ്ടിരിക്കും, കുടുംബത്തിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, അതുകൊണ്ട് ഇനി ഒരു സന്തോഷകരമായ ജീവിതം മുമ്പോട്ടില്ല, അതുകൊണ്ട് എല്ലാം കൂടെ അങ്ങ് അവസാനിപ്പിച്ചേക്കാം എന്ന രീതിയിൽ മനസ്സ് തകർന്ന് ജീവിതം വല്ലാണ്ട് ഒരു തകർച്ചയുടെ അവസ്ഥയിലേക്ക് എത്താനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ വൈകാരിക മേഖല വളരെ വ്യത്യസ്തമാണ്. ആ സമയത്ത് അതിനെ മനസ്സിലാക്കി ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ചേർന്നതുകൊണ്ട് ഒരു മനസ്സോടുകൂടി മുമ്പോട്ട് പോകുന്നത് പരസ്പരം അറിയുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കേ ആവുകയുള്ളൂ. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു കുടുംബത്തിൻ്റെ വൈകാരിക സ്നേഹത്തിൽ നിന്നും വൈകാരികമായ വലിയൊരു അടുപ്പത്തിൽ നിന്നുമാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ സംരക്ഷണത്തിന് അവൾക്കൊരു അപ്പനുണ്ട്, അവിടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അവളോട് ഒപ്പം നിൽക്കുന്ന ഒരു അമ്മയുണ്ട്, അതുപോലെ തന്നെ സഹോദരങ്ങളുണ്ട്, ജനിച്ചു വളർന്നൊരു വീടിൻ്റെ സംരക്ഷണമുണ്ട്, സുഹൃത്തുക്കളും കൂട്ടുകാരും ഉണ്ട്, അതുപോലെ തന്നെ വീടിനോട് ചേർന്നിട്ടുള്ള അവളുടെ സങ്കേതങ്ങളുടെ ഒരു സംരക്ഷണം അവിടെ ആകത്തുകയാണ്. അതെല്ലാം വിട്ടുപേക്ഷിച്ചിട്ടാണ് ഭർത്താവിൻ്റെ അടുത്തേക്ക് അവൾ എത്തിച്ചേരുക. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ പിതാവിൻ്റെ സ്നേഹം, നഷ്ടപ്പെട്ടു പോയ മാതാവിൻ്റെ സ്നേഹം, നഷ്ടപ്പെട്ടു പോയ സഹോദരങ്ങളുടെ സ്നേഹം, നഷ്ടപ്പെട്ടു പോയ കുടുംബ ബന്ധത്തിൻ്റെ എല്ലാ മേഖലകളും പരിഹരിക്കാനുള്ള ബാധ്യത അവനുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സരളഹൃദയായ ഭാര്യ ഇടയ്ക്ക് പറയുന്നു, വീട്ടിൽ പോകണമായിരുന്നു. കാരണം അവൾ അത്രയും വൈകാരികമായി ആ കുടുംബത്തോട് അറ്റാച്ച്ഡാണ്. പെട്ടെന്നത് പറിച്ചു കളയാനായിട്ട് പറ്റില്ല. സ്വാഭാവികമായിട്ടും കുടുംബത്തിൽ നിന്നും ഒരു അകൽച്ച ഉണ്ടാവാം. എങ്കിൽ പോലും വിവാഹത്തിൻ്റെ ആദ്യ നാളിലോ ആദ്യ വർഷങ്ങളിലോ കുടുംബത്തോട് ഏറ്റവും അധികം വൈകാരികമായി അടുപ്പം അവൾ സൂക്ഷിക്കുന്നുണ്ട്. അതൊരു ന്യൂനതയോ കുറവോ ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടിൽ അപ്പച്ചനൊരു അസുഖം വന്നാൽ, സ്വന്തം വീട്ടിൽ അമ്മയ്ക്കൊരു അസുഖം വന്നാൽ, അല്ലെങ്കിൽ സഹോദരനൊരു ബുദ്ധിമുട്ട് വന്നാൽ അവൾ പെട്ടെന്ന് തകർന്നു പോയേക്കാം. അതവളെ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ വഴക്കുണ്ടാക്കിയിട്ടോ കാര്യമില്ല. കാരണം അവൾ തന്നെ വളർച്ചയുടെ മേഖലയിൽ അങ്ങനെയാണ് കാര്യങ്ങളെ ക്രമീകരിച്ച് വെച്ചിരിക്കുക. പക്ഷേ വൈകാരിക മേഖലയിൽ ഭർത്താവിന് അല്പം കൂടി ഒരു കരുത്തും തൻ്റെ ഇടമുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ സങ്കടങ്ങൾ അവന് വലിയ സങ്കടങ്ങളായി തോന്നില്ല. അതുകൊണ്ട് തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ കുടുംബജീവിതത്തിൽ അകൽച്ചകൾക്ക് ഇടയാകും. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിലെ ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള ഐക്യത്തിന് മറ്റൊരു പ്രത്യേകത ലൈംഗികപരമായ വ്യത്യാസമാണ്. നമുക്കറിയാം, ഭാര്യ ഭർത്താക്കന്മാരുടെ ശാരീരിക മേഖലയിൽ തന്നെ ആ വ്യത്യാസം വളരെ പ്രകടമാണ്. അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ ലൈംഗിക മേഖല, ഭാര്യയുടെ ലൈംഗിക മേഖല, ഈ രണ്ടു മേഖലകളും ഒത്തിരി വ്യത്യാസമാണ്. പരസ്പരം അത് വാക്കുകളിലൂടെയും സ്നേഹ പ്രകടനങ്ങളിലൂടെയും അത് ബോധ്യപ്പെട്ട് പരസ്പരം മനസ്സിലാക്കി മുമ്പോട്ട് പോയില്ലെങ്കിൽ ലൈംഗിക മേഖലയിൽ പരാജയമാകും. അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്തൃ സ്നേഹബന്ധത്തിൻ്റെ അടിസ്ഥാനമായ വൈകാരിക ഘടകങ്ങൾ ഒന്ന് ചിന്താരീതിയിലുള്ള വ്യത്യാസം, പെരുമാറ്റ രീതിയിലുള്ള വ്യത്യാസം, വൈകാരിക മേഖലയിലുള്ള വ്യത്യാസം, വികാരങ്ങളുടെ മേഖലയിലുള്ള വ്യത്യാസം,
ലൈംഗിക മേഖലയിലുള്ള വ്യത്യാസം. ഈ മേഖലകളെ മനസ്സിലാക്കി ആശയവിനിമയത്തിലൂടെ പരസ്പരമുള്ള ഹൃദയപരമായ സംവാദങ്ങളുടെയും സ്നേഹ ചർച്ചകളുടെയും കൂട്ടായ്മയിലൂടെയും മനസ്സിലാക്കി അവയെ പരസ്പര പൂരകങ്ങളാക്കി മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ കുടുംബജീവിതം പരിപൂർണമായ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ആയിത്തീരുകയുള്ളൂ. എല്ലാ മംഗളങ്ങളും ഏറെ സ്നേഹത്തോടുകൂടി ആശംസിക്കുന്നു. മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു.